തൃശൂർ തരൂ, പകരം ക്യാബിനറ്റ് റാങ്കുള്ള ഒരു കേന്ദ്രമന്ത്രിയെ പകരം തരാം എന്നതായിരുന്നു BJPയുടെ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തൃശൂരിലെ പ്രചരണ മുദ്രാവാക്യം. BJPയുടെ മുതിർന്ന നേതാക്കൾ മുതൽ താഴെ തട്ടിലെ പ്രവർത്തകർ വരെ ഈ ഒരു വാഗ്ദാനം ജനങ്ങൾക്ക് തൃശൂരിൽ നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വലിയൊരു വിജയം തൃശൂരിൽ സ്വന്തമാക്കാൻ സുരേഷ് ഗോപിക്ക് ഇത്തവണ സാധിച്ചത്. 74,686 വോട്ടിന്റെ വമ്പിച്ച ഭൂരിപക്ഷത്തിനാണ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്നും വിജയിച്ചു കയറുന്നത്. കഴിഞ്ഞ തവണ 2019 സുരേഷ് ഗോപി തന്നെ മത്സരിച്ചപ്പോൾ ലഭിച്ചതിനേക്കാൾ 1,18,516 വോട്ട് അധികം സ്വന്തമാക്കാൻ സുരേഷ് ഗോപിക്ക് ഇത്തവണ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഏക കാരണം ക്യാബിനറ്റ് റാങ്ക് ഉള്ള ഒരു കേന്ദ്രമന്ത്രിയെ തൃശ്ശൂർ ലഭിക്കാൻ പോകുന്നു എന്ന പ്രതീതി തന്നെയായിരുന്നു. എന്നാൽ ഇത്തവണ സുരേഷ് ഗോപി ഒരു സഹമന്ത്രിയായാണ് സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്. തൃശ്ശൂരിലെ ജനങ്ങൾക്ക് നൽകിയ വാക്ക് BJP വഞ്ചിച്ചു. BJPയുടെ കേന്ദ്ര നേതൃത്വം 2 സഹമന്ത്രി പദവി നൽകി കേരളത്തെ അങ്ങ് ഒതുക്കി. പക്ഷേ ഇപ്പോൾ സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നതിൽ ചില പൊരുത്തക്കേടുകളുണ്ട്. സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പും ശേഷവുമൊക്കെ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് ഒരുപാട് സിനിമകൾ ചെയ്യാനുണ്ട്, സിനിമയാണ് അദ്ദേഹത്തിന്റെ പാഷൻ, അതുകൊണ്ട് മന്ത്രിസ്ഥാനത്തിൽ നിന്നതൊക്കെ തന്നെ മാറ്റി നിർത്തുമെന്നാണ് താൻ പ്രതീക്ഷിക്കുന്നത് എന്നൊക്കെയാണ്. അങ്ങനെ പരസ്പര ബന്ധമില്ലാതെ പൊരുത്തക്കേടുകൾ നിറഞ്ഞ സുരേഷ് ഗോപിയുടെ ഈ പ്രതികരണത്തെ പരിഹസിച്ചുകൊണ്ട് ഒരു കുറിപ്പ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വളരെ വൈറലാവുന്നുണ്ട്. അത് ഇടത് സഹയാത്രികനായ പ്രേംകുമാർ എഴുതിയ ഒരു കുറിപ്പാണ്. ആ കുറിപ്പ് നമുക്കൊന്ന് നോക്കാം. ഞായറാഴ്ച രാവിലെ ദോശയ്ക്ക് ശേഷം ഞാൻ 4 സിനിമയ്ക്ക് ഡേറ്റ് കൊടുത്തു. മന്ത്രിസ്ഥാനം എടുക്കാൻ വയ്യ, വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞായറാഴ്ച ഊണിന് തൊട്ടു മുൻപ് മോദിജി ഓർഡർ ജി, ആസ് ആൻ അടിമ, ഞാൻ അനുസരിക്കുന്നു. അമ്മയെയും ഭാര്യയെയും കൂട്ടി മന്ത്രിയാവാൻ ഡൽഹിക്ക് പോകുന്നു. ഞായറാഴ്ച അത്താഴ ചപ്പാത്തിക്ക് തൊട്ടു മുൻപ് ജോർജ് കുര്യനൊപ്പം തമിഴ്നാടിനും കേരളത്തിനും വേണ്ടി നന്നായി വർക്ക് ചെയ്യും. അത്താഴ ചപ്പാത്തിക്ക് തൊട്ടു ശേഷം MP ആയാലാണ് 8 മന്ത്രിമാരെ വരുതിക്ക് കിട്ടുക, മന്ത്രിയാവണ്ട എന്ന് ഞാൻ പറഞ്ഞിരുന്നതാണ്. തിങ്കളാഴ്ച രാവിലെ ഇടിയപ്പത്തിന് തൊട്ടു മുൻപ് സിനിമയാണ് എനിക്ക് ഏറ്റവും പ്രധാനം, മന്ത്രിസ്ഥാനം വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇടിയപ്പത്തിന് തൊട്ടു ശേഷം എന്നെ റിലീവ് ചെയ്യുമെന്ന് തന്നെ വിചാരിക്കുന്നു. ഇനി ഊണ് വരാനുണ്ട്, വൈകുന്നേരത്തെ ചായ വരാനുണ്ട്, രാത്രിയിൽ ചപ്പാത്തിയുണ്ട്, എന്തൊക്കെ കാണാനുണ്ട്. ഞാൻ ആകെ കൺഫ്യൂഷനിലാണ്. ഏതാണ് ആ സിനിമ, ഏതാണ് ആ കഥാപാത്രം? പുലിവാൽ കല്യാണത്തിലെ ജഗതിയാണോ അതോ മഹേഷിന്റെ പ്രതികാരത്തിലെ ദിലീഷ് പോത്തനാണോ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഗൂയിസ്? ഇങ്ങനെ അവസാനിക്കുന്നു പ്രേംകുമാറിന്റെ ആ രസകരമായ ഫേസ്ബുക്ക് പോസ്റ്റ്. സത്യമാണ്, സുരേഷ് ഗോപി കഴിഞ്ഞ 2-3 ദിവസങ്ങളായി നടത്തുന്ന പ്രസ്താവനകളിൽ വലിയ പൊരുത്തക്കേടുകളും സ്വരച്ചേർച്ചയില്ലായ്മയും ഉണ്ട് എന്നതൊരു വസ്തുതയാണ്. അദ്ദേഹം ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനമായിരുന്നു, BJP ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനമായിരുന്നു തൃശ്ശൂരിൽ നിന്നും ഒരു MP ഉണ്ടായാൽ അദ്ദേഹത്തിന് ക്യാബിനറ്റ് റാങ്കുള്ള മന്ത്രിസ്ഥാനം നൽകുമെന്നത്. എന്നാൽ അത് BJP ഇപ്പോൾ പിൻവലിച്ചിരിക്കുന്നു. BJP ഒരു സഹമന്ത്രി സ്ഥാനം നൽകി തൃശ്ശൂരിലെ ജനങ്ങളെ വഞ്ചിച്ചിരിക്കുന്നു. പക്ഷേ സുരേഷ് ഗോപി ഇതാദ്യമായല്ല പാർലമെന്റ് കാണുന്നത്. മുൻപും രാജ്യസഭാംഗമായി, നാമനിർദ്ദേശം ചെയ്യപ്പെട്ട രാജ്യസഭാംഗമായി അദ്ദേഹം പാർലമെന്റിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ആ 1-2 വർഷമല്ല, 6 വർഷം, 2016 മുതൽ 2022 വരെ. ആ കാലയളവിൽ സുരേഷ് ഗോപി അവകാശപ്പെടുന്നത് താൻ മികച്ച പ്രകടനം പുറത്തെടുത്ത ഒരു MP ആണ് എന്നും തൻ്റെ പ്രകടനം അതീവ മികച്ചതായിരുന്നു എന്നുമൊക്കെയാണ്. പക്ഷേ ഇതിന്റെ യാഥാർത്ഥ്യം കണക്കുകളിൽ വ്യക്തമാണ്. സുരേഷ് ഗോപി എന്ന രാജ്യസഭാ MPക്ക് 2016 മുതൽ 2022 വരെയുള്ള കാലയളവിൽ അനുവദിച്ച് ലഭിച്ച തുക MP ഫണ്ടിൽ എന്നും ഏകദേശം 22 കോടി രൂപയാണ്. ആ 22 കോടി രൂപയുടെ 20%, അതായത് 4.56 കോടി രൂപ പാഴാക്കി കളഞ്ഞൊരു MP ആയിരുന്നു രാജ്യസഭാംഗം എന്ന നിലയിൽ സുരേഷ് ഗോപി. ആ സുരേഷ് ഗോപിയിൽ നിന്നാണ് മഹാത്ഭുതങ്ങൾ തൃശ്ശൂരിലെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. ഇനി സുരേഷ് ഗോപിയുടെ പാർലമെന്റിലെ ഹാജർ മുതൽ ചോദ്യങ്ങളുടെ എണ്ണം വരെയുള്ള പ്രകടനം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ
ഹാജർ നിലയിലും ശരാശരിയിൽ താഴെ പ്രകടനം കാഴ്ചവെച്ച ഒരു എം പി ആയിരുന്നു സുരേഷ് ഗോപി. 79% ദേശീയ ശരാശരി എങ്കിൽ സുരേഷ് ഗോപിയുടെ ഹാജർ വെറും 74%. ഇനി ചോദ്യങ്ങളുടെ കാര്യം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ 298 ചോദ്യങ്ങളാണ് ദേശീയ ശരാശരി. എന്നാൽ സുരേഷ് ഗോപി എന്ന മികച്ച എം പി ചോദിച്ചതാകട്ടെ 6 വർഷത്തിനിടെ വെറും 23 ചോദ്യങ്ങൾ. അതായത് ഒരു വർഷം 4 ചോദ്യങ്ങൾ തികച്ചു ചോദിക്കാത്ത ഒരു പാർലമെന്റ് എം പി ആയിരുന്നു സുരേഷ് ഗോപി. ഇതിൽ ഈ 23 ചോദ്യങ്ങളിൽ വെറും 3 ചോദ്യങ്ങൾ മാത്രമാണ് നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് കേരളവുമായി ബന്ധപ്പെട്ടതായി ഉള്ളത് എന്നതാണ് യാഥാർത്ഥ്യം. ഇനി ചർച്ചകളുടെ കാര്യം എടുക്കാം. ചർച്ചകളിലൂടെയാണ് പല എം പിമാരും പാർലമെന്റിലും രാജ്യത്തൊട്ടാകെയും ശ്രദ്ധിക്കപ്പെടുന്നത്. ആ പാർലമെന്റിൽ ശ്രദ്ധിക്കപ്പെടേണ്ട ചർച്ചകളിൽ സുരേഷ് ഗോപി സജീവമായിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. 105 ചർച്ചകളാണ് ദേശീയ ശരാശരി എങ്കിൽ സുരേഷ് ഗോപി ആകെ പങ്കെടുത്തത് 50 ചർച്ചകളിലാണ്. അതിൽ കേരളവുമായി നേരിട്ട് ബന്ധമുള്ള ചർച്ചകൾ എന്ന് പറയുന്നത് വെറും 3 മാത്രമാണ്. അതായത് ഇപ്പോൾ കേരളത്തിന് വേണ്ടിയും അടുത്തുള്ള തമിഴ്നാട്ടിന് വേണ്ടിയും കൂടി പ്രവർത്തിക്കും എന്ന് വാഗ്ദാനം നൽകുന്ന സുരേഷ് ഗോപി എം പി ആയിരുന്ന 6 വർഷം കേരളത്തെ പോലും ശരിക്കു സേവിച്ചിട്ടില്ല എന്നതാണ് വസ്തുത. എന്തായാലും സുരേഷ് ഗോപി സഹമന്ത്രിയായി സ്ഥാനമേറ്റെടുത്തു കഴിഞ്ഞു. ഇനി സിനിമാ അഭിനയത്തിന് വേണ്ടി അദ്ദേഹം ആ സ്ഥാനം രാജിവെക്കുമോ എന്ന കാര്യം മാത്രമാണ് കണ്ടറിയേണ്ടത്.